വന്നിട്ട് ഫോൺ എടുത്തു. ഞാൻ അവിടെ തിരുവല്ല വരെ ഞാൻ കൊടുത്തു. സന്ധ്യ വിശ്വാസമായി 3-ാം ദിവസം അവൻ ആരാന്ന് അറിയണമെന്ന് ആഗ്രഹമില്ലേ? പറയില്ല. കാരണം വളരെ ഡീസന്റ് വഴിയില്ല. ഇപ്പൊ അതൊക്കെ മാറി. ഈ എന്തോ പറയുക, വെറുതെ അതും ഇത് പറഞ്ഞ് സമയം കളയുക, ചെവിക്ക് വേദന എടുക്കും. അത്യാവശ്യ കാര്യം പറഞ്ഞു നിർത്തണം. അത് ഞാൻ പറയാൻ വന്നത്, വചനം കണ്ടെത്തി ഭക്ഷിക്കണം. ഇച്ചിരി സമയം എടുക്കാതെ പറ്റുമോ? ആർക്കും സമയമില്ല പാസ്റ്ററെ. എന്നാൽ പിശാചി തലേ കാലി വെച്ചിട്ട് വിഷമിക്കണ്ട. പിശാചിന്റെ തലേ നമ്മൾ കാലി വെക്കുകയല്ല, പുള്ളി നമ്മുടെ തലേ കാലി വെച്ചിരിക്കും. എന്താ കാര്യം? കൈ കൊട്ടുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്, കർത്തൃമേ ചെയ്യുന്നുണ്ട്. പക്ഷേ റോമർ 16:20 നടന്നിട്ടില്ല. റോമർ 16:20 നടന്നിട്ടില്ല. വചനത്തിൽ അല്പം സമയമെടുക്കണം. ആ ഭാഗത്ത് ഇച്ചിരി പറഞ്ഞിട്ട് പോകാം. 119 എടുത്തേ. 119 എടുത്ത് വായിച്ചു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. എന്താ അർത്ഥം? തോന്നിയ പോലെ നടക്കുകയും വചനം പാലിക്കുകയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ വചനം പാലിക്കണം, എന്നാൽ നടപ്പ് ശരിയാക്കണം. അതുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവ്, ഞാൻ ഈ വചനം ധ്യാനിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ നടപ്പ് ശരിയല്ല. അതുകൊണ്ട് എന്നെ നടപ്പ് ശരിയാക്കിയാലേ എനിക്ക് വചനം വായന മുമ്പോട്ട് പോകുന്നു. പാപവും വചനം കൂടെ ഒരുമിച്ച് പോകുകയില്ല. ഒന്നെങ്കിൽ വചനം നിർത്തും, പാപം തുടരും, അല്ലെ പാപം നിർത്തും, വചനം നിർത്തും. സിമ്പിൾ അല്ലേ? വ്യാഖ്യാനിക്കാൻ എന്നാ വിഷമമാണ്? അടുത്ത വാക്യം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. ലജ്ജിക്കാതിരിക്കണം. എന്നാ ചെയ്യണം? സന്തോഷിപ്പിച്ച വാക്യം വായിച്ചാൽ പോലെ. സകല കൽപ്പനകളെയും സൂക്ഷിക്കണം. സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നവൻ എന്ത് ചെയ്തില്ല? കുറച്ചു പറ. ലജ്ജിച്ചു പോവുകയില്ല. സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. അപ്പൊ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ വചനത്തോട് അത്ര പ്രതിബദ്ധത, സമർപ്പണം ഉണ്ടാവണം. അതേ പുസ്തകത്തിൽ തന്നെ നോക്കാം. അപ്പൊ മറിക്കാൻ എളുപ്പമുണ്ടല്ലോ. 10 വായിച്ചു. 10. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. എന്തൊരു പ്രാർത്ഥന! എന്റെ ദൈവമേ, നിന്റെ വചനം വിട്ടു പോകാൻ എനിക്ക് ഒരിക്കലും ഇടവരരുതേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ നമ്മൾ? സ്തോത്രം, 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 സ്തോത്രം. സത്യസന്ധമായൊരു നിലവിളിയാ കേട്ടോ അത്. അടുത്തത് വായിച്ച് 11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വെറുതെ വായിച്ചാ പോരെന്ന് ദാവീദ് കണ്ടെത്തി. വെറുതെ വായിച്ചാ പോരാ, പ്രസംഗിച്ചാ പോരാ, വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇന്നിപ്പോൾ അത് ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് വ്യാഖ്യാനിക്കുക. എനിക്ക് പ്രോബ്ലമുള്ള, എനിക്ക് വീക്ക്നെസ് ഉള്ള, ഞാൻ തെറ്റുന്ന മേഖല ഏതോ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന, അതിനെ തടയുന്ന വചനങ്ങളെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കും. 21 സങ്കീർത്തനം മനസ്സിൽ സംഗ്രഹിക്കുന്ന കാര്യമല്ല ഇവിടുത്തെ വിഷയം. നിന്നെ എവിടെയാ തോപ്പിക്കുന്നത് അതിനെതിരെ ഒരു വാക്കില്ലേ? ഇല്ലേ? അത് സംഗ്രഹിക്കണം. അത് സംഗ്രഹിച്ചാൽ ആ വീക്ക്നെസ്സിനെ അവൻ തടയും. അതാ കാര്യം. ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്ന നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവയുടെ എടുക്കാമെന്ന് എനിക്ക് പൊട്ടുണ്ടാവില്ല. അത് പണ്ടേ സംഗ്രഹിച്ചതല്ലേ? അത് പണ്ടേ സംഗ്രഹിച്ചതല്ലേ? നിന്നെ വെല്ലുവിളിക്കുന്ന വാക്യങ്ങൾ, നിന്നെ കുറ്റപ്പെടുത്തുന്ന വാക്യങ്ങൾ, അത് സംഗ്രഹിക്കും. അത് അനുദിനം ചെയ്തുകൊണ്ടിരിക്കേ. അപ്പൊ ജയം കിട്ടും. അപ്പൊ വചനം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ വായിച്ചത് ഏതാ? 24 ആണോ? 119-24. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരും ആകുന്നു. പിന്നെ വായിച്ചോ. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണം. ഇനി ആ 24-25 ഒന്നുകൂടെ വായിച്ചു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്ന് പറഞ്ഞാൽ നിന്റെ വചനം എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. പിന്നെ എന്റെ ആലോചനക്കാരും ആകുന്നു. അതെന്നെ ആലോചന, അതാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. നിന്റെ വചനമാണ് എന്റെ ആനന്ദം, അതാണ് എന്റെ ഗൈഡ്, അതാണ് എന്റെ വഴികാട്ടി. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിന്റെ രസം മനസ്സിലാകും. അടുത്തത്, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. ഭയങ്കര കഷ്ടതയിലൂടെയാണ് പോകുന്നത്, പക്ഷേ വചനത്താൽ ആനന്ദമുണ്ട്. ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട്. എന്റെ പ്രാണൻ പൊടിയോടെ പറ്റിയിരിക്കും, പക്ഷെ വചനത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ നയിക്കുന്നത് വചനമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ 119-നകത്തൂടെ പോയാൽ 33 എടുത്തേ. 33
യഹോവേ, ആ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ആ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. കേട്ടോ, വായിച്ചു. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും ആ അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. ആമേൻ. വായിക്കാം. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. എന്നെ നടത്തണമേ. വായിച്ചോ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ഓ, നമുക്കങ്ങനെ ദൈവത്തോടൊന്ന് പറയാം, കർത്താവെ, ഞാൻ നിന്റെ വചനത്തിൽ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്നു. എനിക്കത് പൂർണ്ണമായി പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഞാൻ അതിനെ സ്നേഹിക്കുന്നു, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ജീവിക്കാൻ, അതുപോലെ നടക്കാൻ എനിക്ക് കൃപ നൽകണമേ. അപ്പോൾ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽക്കീഴാകണമെങ്കിൽ നിങ്ങൾ വചനത്തിന് കീഴടങ്ങണം. വചനം നിങ്ങളെ കീഴ്പ്പെടുത്തിയാൽ നിങ്ങൾ പിശാചിനെ കീഴ്പ്പെടുത്തും. രണ്ട് റോമർ 15 15 പറഞ്ഞിങ്ങ് വന്നിട്ടല്ലേ 14 കയറുന്നേ. അപ്പോൾ 15 കണ്ടിന്യൂഷനാണത്. 16 ഇടയ്ക്ക് കുറച്ച് വന്ദനം പറഞ്ഞതേ ഉള്ളൂ. ഈ 15 പറഞ്ഞിരിക്കുന്ന കാര്യം തീർക്കുമ്പോഴാണ് 16 20 വരുന്നത്. നോക്കാം. റോമർ 15 6 രണ്ടാമത്തെ കാര്യം, നമ്പർ 2. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ. രണ്ടാമത്തെ എന്നറിയോ? ക്രിസ്താനുരൂപരാകുക. സാരൂപ്യം, കർത്താവിനോട് അനുരൂപരാകുന്ന കാര്യമാണ് രണ്ടാമത്തെ. വേദപുസ്തകത്തിൽ ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഇഷ്ടംപോലെ ഉണ്ട്. 3 വാക്യം എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോയേക്കാം, സമയം പോവുക. ക്രിസ്താനുരൂപരാകുക 3 പ്രധാനപ്പെട്ട വാക്യമാണ്. ഇതൊന്നും ഇനി ഒരിക്കലും തിരുത്തുകയില്ല. ലോകത്തിൽ ഒരു പ്രസംഗിനും ഇത് തിരുത്താൻ നോക്കുകയില്ല. വായിച്ചു. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് നമ്മളെ മുൻ നിയമിച്ചത്? യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. അടുത്ത വാക്യം ഇപ്പൊ വായിച്ചത് ഇച്ചിരി പരിചയമുള്ളതാ, ഇനി വായിക്കുന്നത് പരിചയ കുറവാ. വായിച്ചു. 2 പത്രോസ് 1:3-4. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വായ്ത്തത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. വേദപുസ്തകത്തിലൂടെ പോകുന്ന എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുക. ദിവ്യ ബാക്കി എന്നാ സ്വഭാവം. അതിന് മുകളിലൊരു ദിവ്യ വന്നു, അത് കണ്ടായിരുന്നു. അതിന് മുകളിലൊരു ദിവ്യ വന്നായിരുന്നു, ദിവ്യശക്തി. ഇനി അത് രണ്ടും മാത്രം അങ്ങ് എടുക്കാം. ദിവ്യശക്തി ദിവ്യ സ്വഭാവത്തിന് വേണ്ടി തന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ദിവ്യശക്തി നമുക്ക് തന്നത് എന്തിനാ? ദിവ്യ സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി. ഒന്നുകൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആവും. വായിച്ചു. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താലും കർത്താവ് നമ്മളെ വിളിച്ചു. ഓക്കെ. അവന്റെ ദിവ്യശക്തി വിളിച്ച കൂട്ടത്തിൽ എന്തുകൂടെ തന്നു? ദിവ്യശക്തി തന്നു, പരിശുദ്ധാത്മ ശക്തി തന്നു. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആ ശക്തിക്കകത്ത് എന്തുണ്ട്? ഒരു പാക്കേജാണ്. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം പരിശുദ്ധാത്മ ശക്തിക്കകത്തുണ്ട്. തുടർന്ന് അത് എന്തിനാണെന്ന് താഴെ പറയാം. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരാ. എന്താ ഈ ദിവ്യ സ്വഭാവം? നമ്മുടെ കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന് നമ്മളൊരു ശ്രദ്ധ കൊടുക്കട്ടെ. ഞാൻ നിങ്ങളെ തോപ്പിച്ചുകൊണ്ട് എന്നാ പ്രയോജനം? മത്സരം, വാശി, നമുക്ക് ഇതിനെല്ലാം ഒന്ന് പുറകോട്ട് മാറട്ടെ. കർത്താവിന്റെ സ്വഭാവം നമ്മളിലൂടെ
മാക്സിമം വെളിപ്പെട്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, പുത്തൻകുരിശിന് പോകണ്ടേ. പാവച്ചൻ ഭാഷ അപ്പച്ചനെ ഉറക്കെ അല്ലേരിയാ പറഞ്ഞത്. കാരണം അപ്പച്ചൻ എന്നോട് കാണുമ്പോൾ പറയും എന്റെ സഭയെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. നമ്മൾ ഈ സ്നാനപ്പെട്ടിട്ടേ നമ്മുടെ സ്വഭാവം മാറിയോ? ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗമുണ്ടോ, പഠിപ്പീരുണ്ടോ? ദുഃഖകരമായൊരു പ്രശ്നമാണല്ലോ ഇത്. നേരത്തെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം ചൊറിയണമെന്ന് അതിന്റെ പേര്, അതിനെ വറമ്പ് മാറ്റി നട്ടു. ഇപ്പൊ ചൊറിഞ്ഞിട്ടപാട് ഇല്ല, അടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് കേറിയ ചൊറി. മിറ്റത്തി എന്ന ചൊറിഞ്ഞിട്ടപാട്. കഴിഞ്ഞ ദിവസം പിള്ളേരോട് പറയുന്നുണ്ട്, മിറ്റത്തി എന്നിട്ട് ചോദിച്ചിട്ട് തുടങ്ങിയായി. ദിവ്യ സ്വഭാവം, ദിവ്യശക്തി തന്നത് എന്തിനാ? ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയാണ്. വാശി, വൈരാഗ്യം, പക, പിണക്കം, വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് നമ്മളങ്ങ് തോക്കെ. ഞാനങ്ങ് തോറ്റേക്കാവുന്നേ, ഞാൻ പൊട്ടനാണെന്ന് സമ്മതിച്ചേക്കാം. ക്രിസ്തുവിന്റെ സ്വഭാവം, ദിവ്യ സ്വഭാവം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താക്കാം. 3 വാക്യം എന്നാ പറഞ്ഞേ. മൂന്നാമത്തേത് ഫിലിപ്പിയർ 2:5 എടുത്ത് വായിക്കേണ്ട. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുക, അപ്പോൾ നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാം. മൂന്നാമത്തെ കാര്യം 15:4. അതിനകത്തെല്ലാം കൊച്ചു വാക്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ അവിടെ മർമ്മം കിടപ്പുണ്ട്. 15:4 വീണ്ടും. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടത്. മറ്റു പലയിടത്ത് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ പൗലോസ് ഇവിടെ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഐക്യമായുള്ള ആരാധനയാണ് പിശാചിന്റെ മേൽ ജയം തരുന്ന മൂന്നാമത്തെ കാര്യം. ഏക മനസ്സോടെ ഒരേ വായിനാൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ദൈവജനം വചനത്തിൽ ഉറച്ച് ക്രിസ്ത്യാനുരൂപരായി ഒരുമിച്ചുള്ള ആരാധന പിശാചിന്റെ മേൽ നിന്റെ കാല് വെക്കാൻ നിന്നെ സഹായിക്കും. ആ കൂട്ടായ്മ ആരാധനയിൽ ശക്തമാണെങ്കിൽ സാത്താൻ തല പൊക്കത്തില്ല. ചെറിയ സഭയാണെങ്കിലും വലിയ സഭയാണെങ്കിലും ഐക്യതയോടുകൂടിയുള്ള ഒരു ആരാധന അവിടെ ഉണ്ടെങ്കിൽ ചെകുത്താന് തലപൊക്കാൻ കഴിയില്ല. ചെറിയ സഭയായിക്കോട്ടെ വലിയ സഭയായിക്കോട്ടെ, ഐക്യതയോടെയുള്ള വചനാധിഷ്ഠിതമായ ആത്മാവിലുള്ള ഒരു ആരാധന അവിടെ ഉയരുന്നുണ്ടെങ്കിൽ പിശാച് കീഴടങ്ങും. എത്ര ദിവസം അവൻ ജയിക്കും? ഇല്ല, ജയിക്കുന്ന പോലെ കാണിക്കത്തേ ഉള്ളൂ. ജയം നിനക്ക. ആത്മാവിലുള്ള ഒരു ആരാധന ഉയരുന്നുണ്ടാവും, നിശ്ചയം ജയത്തിന്റെ കൊടി അവിടെ ഉയരും. സമയം പോകുന്നു, ഞാൻ വേഗത്തിൽ അടുത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നാലാമത്തെ കാര്യം 15-14 വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരും ആകുന്നു എന്ന്. അതാണ് അടുത്ത പോയിന്റ്. അന്യോന്യം വഴക്കുണ്ടാക്കാൻ പ്രാപ്തരല്ല, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകണം വിശ്വാസികൾ. അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകണം. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നൽകിയാൽ കിട്ടും. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ബലപ്പെടുത്തണം. ഒന്ന് പരിശോധിച്ച്, ഈ ആഴ്ചയിൽ എനിക്ക് മറ്റൊരു സഹോദരനെ ആത്മീയമായി അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചോ? ഒന്ന് ഉയർത്താൻ, ഒന്ന് ധൈര്യപ്പെടുത്താൻ, ഒന്ന് റീചാർജ് ചെയ്യാൻ, അവന്റെ വായിൽ ഒരു സ്തോത്രം വരുത്താൻ എനിക്ക് സാധിച്ചോ? അവനിൽ ഒരു ബലം പകരാൻ എനിക്ക് കഴിഞ്ഞോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സഭയെ സാത്താൻ ഞോണ്ടാൻ പറ്റുമോ? അതാ മർമ്മമായി എഴുതിയിരിക്കുന്നു. തോമാച്ചൻ അവറാച്ചനെ കാണും ബലപ്പെടുത്തുക, അവറാച്ചൻ തോമാച്ചനെ ബലപ്പെടുത്തുക, കുഞ്ഞമ്മ ത്രേസ്യമ്മയെ ബലപ്പെടുത്തുക. ഇവന് ഞോണ്ടാൻ പിശാചിന് പറ്റുകയായിരുന്നു. ഇത് ഇവര് തമ്മിൽ പാരയാണല്ലോ.
ഒരുവനെ ബലപ്പെടുത്തുന്ന സഭയിൽ പിശാച് എന്ത് ചെയ്യും? കീഴടങ്ങും. പൗലോസിന് റോമരെ കുറിച്ചുള്ള അഭിമാനം ഞാൻ ശ്രദ്ധിച്ചു. 2-3 കാര്യങ്ങളുണ്ട്. അവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്, അവരുടെ അനുസരണം പ്രസിദ്ധമാണ്, അവരുടെ ഐക്യത പ്രസിദ്ധമാണ്. അവർ പ്രബോധിപ്പിക്കുന്നവരാണ്. നിങ്ങൾ ദയാപൂർണരും ജ്ഞാനം നിറഞ്ഞവരും പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും. ഈ പ്രബോധിപ്പിക്കാൻ എന്ത് വേണമെന്നൂടെ പറയാം. കുറഞ്ഞ ഭക്ഷണം BTH എങ്കിലും എടുക്കാം. പ്രബോധിപ്പിക്കാൻ എന്നെ വേണം? CTH ആയാലും മതി. പൊട്ടത്തെ എന്നെ വേണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ദയാപൂർണ്ണ. ആ സാധനം ഇല്ലെങ്കിൽ ഈ പണിക്ക് ഒരുങ്ങരുത്. വെറുതെ തമ്മിൽ തല്ലാവുന്നതിന് ഞങ്ങൾ വരേണ്ടി വരും. പ്രബോധിപ്പിക്കാനുള്ള പ്രഥമ യോഗ്യത എന്നാണെന്നറിയോ? ദയാപൂർണ്ണ. ദയ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രബോധിപ്പിക്കാതെ വഴക്കുണ്ടാവുകയില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പടിയാവും. ദയാപൂർണരും പിന്നെന്നാ ജ്ഞാനം. വെല്ല ഉച്ചരിച്ചൊക്കെ വായിച്ചും പഠിച്ചും കേട്ടുമൊക്കെ വിവരം കൂടെ വേണം. വിവരം മാത്രം പോരാ, അഴിമുമ്പത്ത് വേണം. ദയയില്ലാതെയുള്ള പ്രബോധനം കത്തിക്ക് കുത്തുന്ന പോലെയാ ചിലരുടെ പ്രബോധനം. ചുമ്മാ സഭായത്തിലെ പ്രബോധനല്ലേ പറഞ്ഞു. കാണുമ്പോൾ വർത്താനം പറയുന്നതാ. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? അതാണോ പ്രബോധനം? ഇങ്ങനെയാണോ സാക്ഷി പറയുന്നത്? ഇതാണോ പ്രബോധനം? ദയയില്ലെന്ന്. ദയയില്ല. ദയോടുകൂടെയുള്ള പ്രബോധനം സാത്താന്റെ ജയമാണ്. നിങ്ങൾ ദയാപൂർണരും വചനനിശ്ചയമുള്ളവരുമാണെങ്കിലേ പ്രബോധിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ സാത്താൻ കീഴടങ്ങും. സാത്താൻ നിങ്ങളുടെ കാലിന് കീഴടങ്ങും. ലോക്കൽ സഭയ്ക്കാ ജയം. വ്യക്തികൾക്ക് ജയമുണ്ടെങ്കിലും സഭയുടെ ജയമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സ്തോത്രം. 5-ാമത്തെ കാര്യം 15:31. അടുത്ത 5 മിനിറ്റോടെ നമ്മൾ മീറ്റിംഗ് നിർത്തും. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്തത് എന്നാന്നറിയാമോ? പോരാടി പ്രാർത്ഥന. വായിച്ചപ്പോ കേട്ടില്ലേ? പോരാട്ട പ്രാർത്ഥന അറിയാവോ? അറിയാവുന്നവരുണ്ട്, അറിയാൻ മേലാത്തവരുണ്ട്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മറ്റൊരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. 10 ദിവസത്തെ മീറ്റിംഗ്. ആദ്യത്തെ 4 ദിവസം ഞാൻ ഓക്കെ ആയിരുന്നു. 5-ാമത്തെ ദിവസം എനിക്ക് അസുഖം തുടങ്ങി. എന്നെ അസുഖമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് സമയം കളയാവുന്നേ ഉള്ളൂ. സുഖമില്ല, അത് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മേല, വയറങ്ങ് കയറുക, ഗ്യാസ് കെട്ടുക, ഉറക്കമേ ഇല്ല, ഗ്യാസം കയറിയിട്ട് കിടക്കാൻ മേല. അപ്പോൾ ഒരു പാമ്പ് എണീച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, വേദോസം വായിച്ചു, കുറേ ഭാഗം വായിച്ചു. പിറ്റേ ദിവസം ഈ വിഷമം തുടരുക. മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് ആ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന വീട്ടിലെ പാസ്റ്റർ എനിക്ക് തീരെ സുഖമില്ല, ശുശ്രൂഷ മുടങ്ങുന്നില്ലെങ്കിലും ഫുഡ് കഴിക്കാൻ മേല, ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ വരിക. പുള്ളിക്കാരൻ പറഞ്ഞു, പാസ്റ്റർ എന്നിട്ട് രാത്രി എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നാളെ എന്നെ കൂടെ വിളിക്കും, ഞാനും വരാം. പിറ്റേ ദിവസം രാത്രിയിൽ പുള്ളി രാത്രി എൻ്റെ മുറി വന്നു. പുള്ളി അവിടുത്തെ ഒരു വലിയ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജരായിട്ടിരുന്ന മനുഷ്യനാണ്, വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഇത്രയും പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പുള്ളി എൻ്റെ കൂടെ വന്ന് മുട്ടുപോയി. ഒരു 3 മണി വരെ ഞങ്ങളിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുള്ളി എന്നോട് പറയാം, ഇനി ഇച്ചിരി പോരാടി പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലേ. കണ്ടാൽ തോന്നുന്നില്ല, കയ്യൊക്കെ കെട്ടി നടക്കുന്ന കണ്ടാൽ തോന്നുന്നില്ല. അത് കഴിഞ്ഞായിരുന്നു പ്രാർത്ഥന. പുള്ളി അന്യഭാഷയിൽ അടുത്ത 1.5 മണിക്കൂർ പാവപ്പെട്ട എനിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ശക്തി ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ വലിയ വിടുതൽ അനുഭവിച്ചു. 5 മണിക്ക് കയറി കിടന്നു. രാവിലെ 10 വരെ അങ്ങ് ഉറങ്ങി. രാവിലെ വീട്ടിലായിരുന്നു. ആരുണ്ട് ഇന്നിങ്ങനെ ഒന്ന് പോരാടി പ്രാർത്ഥിക്കും? നിനക്കൊരു വിഷമാണെന്ന് വന്നാൽ നിന്റെ കൂടെ 2 മണിക്കൂർ ഇന്ന് പോരാടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടോ? അങ്ങനെയുള്ള ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു.
അങ്ങനെയുള്ള സഹോദരന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള സഹോദരിമാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള കൂട്ടുകാരക്കാർക്ക് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. പൗലോസ് എന്ന ബലവാൻ, ആ ഭാഷ ഞാൻ ഉപയോഗിക്കുക, ശക്തനായ പൗലോസ്. പാതാള ലോകത്തിന് പേടിയാ പൗലോസിനെ. വായിച്ചിട്ടില്ലേ? പൗലോസിനെ എനിക്ക് അറിയാവുന്ന ഭൂതം പറഞ്ഞില്ലേ? ആ പൗലോസ് കൂടെ എന്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുവോ? എന്തോ ഈ പറയുന്നു? പിശാചിന് മേൽ കാല് വെക്കണേ എന്ത് വേണം? പോരാടി പ്രാർത്ഥിക്കാൻ ആൾ വേണം. ഡെന്നി പാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, പ്രെയർ ഫോഴ്സ്. എയർഫോഴ്സ് ഉണ്ടല്ലോ, ഫയർഫോഴ്സും ഉണ്ട്, പ്രെയർ ഫോഴ്സ് ഉണ്ട് ഈ സെന്ററിൽ. അതിന്റെ ആളാണ്. നിങ്ങൾക്കൊന്ന് പോരാടി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അതിനൊരു കോളിംഗ് ഉണ്ടെങ്കിൽ നമ്പർ അദ്ദേഹത്തിലേക്ക് കൂടെ എമർജൻസി വരുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയും. ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. വരാൻ പറ്റുകയാണെങ്കിൽ വരണം. ഇപ്പൊ ഇവിടെ ഈ യോഗത്തിന് മുമ്പായിട്ട് ഒരു മാസമായി എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയാണ്. പല ദൈവദാസന്മാരും വന്ന് കൂടിയിരിക്കുക, 2 മണിക്കൂറൊക്കെ പ്രാർത്ഥന. ഈ പന്തലിൽ ഇന്ന് രാവിലെ പ്രാർത്ഥന കഴിഞ്ഞതാണ്. പ്രാർത്ഥന ഇനി കൂട്ടാൻ പോവുക, കുറയ്ക്കാൻ പോവില്ല. പ്രാർത്ഥന ഇനി കൂട്ടാൻ പോവുക. ശത്രുവിന്റെ തല ദൈവസഭയുടെ കാൽക്കീഴെ ചതയുന്നത് വരെ പ്രാർത്ഥനയിലുള്ള പോരാട്ടം തുടരാൻ പോവുക. ഇവിടുത്തെ വാഴ്ചകൾ, അധികാരങ്ങൾ കീഴടങ്ങുന്നത് വരെ, പിശാചി കെട്ടിയിട്ട കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത് വരെ, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുന്നത് വരെ, യൗവനക്കാർ പാപത്തിന്റെ മായ വലയത്തിൽ നിന്ന് കെട്ടുപൊട്ടി പുറത്തു വരുന്നത് വരെ പ്രാർത്ഥനയുടെ യുദ്ധം തുടരുക. പോരാടി പ്രാർത്ഥിക്കാൻ ആള് വേണം. ഇല്ലെങ്കിൽ ഓരോരുത്തരും ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് തളരുക. ഓരോരുത്തരും യുദ്ധം ചെയ്യുക, പെയ്ത്തോമ്പി കിടന്ന് അവരങ്ങ് തളർന്ന് എഴുന്നേക്കാൻ മേലാണ്ടാകുക. പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു ടീം എഴുന്നേൽക്കട്ടെ. ദൈവമോ വേഗത്തിൽ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴാക്കും. ആറാമത്തെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാ. അത് ഇവിടെ പ്രസംഗം കഴിഞ്ഞതാ. ഈ കഴിഞ്ഞ ഏതോ സെഷനിൽ വന്നതാ. അദ്ദേഹം ഈ വാക്യം വായിച്ചതെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ആ സെഷനിൽ ഞാനില്ലായിരുന്നു. റോമർ 16:19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. മതി. നമുക്ക് വേറൊരു വാക്യം നല്ല പരിചയമുണ്ട്, 1:8. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായതിനാൽ ദൈവത്തെ സ്തുതിക്കും. ഞാൻ അതേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. പക്ഷേ വിശ്വാസം മാത്രമല്ല, പിന്നെ എന്തുകൂടെ പ്രസിദ്ധമാണ്? അനുസരണം പ്രസിദ്ധമാണ്. ഒയ്യോ, അനുസരണം പ്രസിദ്ധമാണെങ്കിൽ ഇച്ചിരി പാടാട്ടോ. വിശ്വാസം പ്രസിദ്ധമാകാൻ അത്ര വിഷമമില്ല. അനുസരണം പ്രസിദ്ധമായെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി അവർ വില കൊടുക്കുന്നത് അവർ അറിയും. നിങ്ങളുടെ അനുസരണം പ്രസിദ്ധമാണ്. അനുസരണത്തെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ കർത്താവ് ഓർപ്പിച്ചുകൊണ്ട് ഇനി അത് പറയുന്നില്ല. അനുസരണം, ദൈവത്തിനെ അനുസരിക്കുക. സ്വത്രം, അതാണ് പിശാചിനെ ജയമെടുക്കാനുള്ള മാർഗം. ഏഴാമത്തെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. 16:19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. ഒന്നുകൂടെ 19 വായിച്ചത്. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ശ്രദ്ധിച്ചോ? 2 പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അനുസരണം പ്രസിദ്ധമാണ്, അത് അവരെ പുകഴ്ത്തുക. എങ്കിലും അപ്പൊ വേറെന്തോ ഒരു തിരുത്താനുണ്ട്. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും. അപ്പോ പിശാചിനെ ജയം കിട്ടാനുള്ള അടുത്ത മാർഗം, 7ാമത്തെ മാർഗം എന്നാണെന്നറിയോ? എന്തെല്ലാം നന്മ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ഡിക്ഷണറി നോക്കണ്ട. അതിനൊരു നോളജ് വേണം. നന്മ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ബോധ്യവും ഒരു കോൺഫിഡൻസും എപ്പോഴും വേണം. അതിന് പിന്നെ അവരോട് ചോദിക്കുമെന്ന് വേണമെങ്കിൽ ചെയ്തോണം. എന്നാൽ തിന്മ ചെയ്യാൻ അറിയാനേ മേലാത്ത ഒരു ലെവലിലേക്ക് അകം വളരണം. വിശദീകരിക്കാം. നേരത്തെ എങ്ങനെയാണെന്നറിയാമോ? തിന്മ ചെയ്യാൻ അറിയാം, നന്മ ചെയ്യാൻ അറിയത്തില്ല.
രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചടിച്ചു. തിന്മ ചെയ്യാൻ അറിയത്തില്ല, നന്മ ചെയ്യാനേ അറിയത്തുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെ ആകണം അല്ലേ? മനസ്സിലായി കാണുമല്ലോ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നന്മ ചെയ്യാൻ അറിയത്തില്ല, തിന്മ ചെയ്യാനായിട്ട് PhD അല്ലേ? തൊട്ടടുത്തെല്ലാം തിന്മ, പറയാൻ തിന്മ, നോക്കാൻ തിന്മ, കേൾക്കാൻ തിന്മ, കൊടുക്കാൻ തിന്മ, മേടിക്കാൻ തിന്മ. തിന്മയിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നു. നന്മയെക്കുറിച്ച് നന്മയോ അല്ല, അവിടെ ആ മനുഷ്യനെ വീട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും സഹായിക്കുക. നന്മയെക്കുറിച്ച് ഒരു വിടിയില്ല. അല്ല, ആ ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ ചെറിയ ആയിരിക്കും അതൊക്കെ നമ്മൾ ചെയ്യും. നന്മയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നാൽ തിന്മയെക്കുറിച്ച് പറയേ വേണ്ട. തിന്മ അറിയാം, നന്മ അറിയത്തില്ല. ഇനിയിപ്പോ ചെയ്യേണ്ടത് തിരിച്ചടിക്കണം. തിന്മ എന്ന് പറഞ്ഞാൽ യാതൊരു പിടിയില്ല, തിന്മ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ആ അവയവങ്ങൾ എന്ത് ചെയ്തു? മരിച്ചു. നന്മയുടെ അവയവങ്ങൾ ഉണർന്നു. ഭയങ്കര തിയോളജിയല്ലേ ഈ വാക്യമൊക്കെ ബൈബിളിൽ എഴുതി ഇന്നലെ അല്ലല്ലോ. നമുക്കത് വെളിപ്പെടാതെ നടക്കുക. ഈ 7 കാര്യം പറഞ്ഞേച്ചാ പറയുന്നത്. ഇടയ്ക്ക് കയറ്റി അപ്പല്ലോസിനൊക്കെ നന്ദി പറഞ്ഞു അതങ്ങ് വിട്ടേരെ. 16-1 മുതൽ കുറച്ച് നന്ദിയുണ്ട്, അതങ്ങ് വിട്ടിട്ടെടുത്താൽ ഇതൊറ്റ കണക്ഷനിലേക്ക് കിടക്കുന്നു. നിങ്ങൾ അങ്ങനെ തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് ജ്ഞാനികളുമാകാമെങ്കിൽ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്റെ പൊറ്റു മാസം ഇത് കൊല്ലം കുറെ ആയല്ലോ. മറ്റേ നടക്കാത്തോണ്ട 7 കാര്യം നടക്കാത്തോണ്ട. അല്ല, ഞങ്ങൾ സെൻട്രൽ കൺവെൻഷൻ കഴിച്ചായിരുന്നില്ല. അതല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അല്ല, മാസങ്ങളുണ്ടോ? അതുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞത് നടക്കുന്നുണ്ടോ? അല്ല, കർത്തൃമേശം ഉണ്ടല്ലോ. കർത്തൃമേശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കൂടെ പുറപ്പേ ഈ പറഞ്ഞ കാര്യം നടക്കണ്ടേ? കുറെ കർമ്മം ചെയ്ത് ചടങ്ങ് ചെയ്ത് മുമ്പോട്ട് പോവുക. പിശാചിന്റെ മേൽ ജയയില്ല. പിശാചിന്റെ മേൽ ജയയില്ലാത്ത വിശ്വാസികൾ ഇഷ്ടം പോലെ. ഞാനത് പറയുന്നില്ല, നെഗറ്റീവ് കാര്യം പറയുന്നില്ല. നമുക്കറിയാമല്ലോ. 20-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ വായിച്ചോ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. എഴുതിപ്പിക്കാവോ? എക്സസൈസ് ചെയ്യിപ്പിക്കാൻ ധരിക്കരുത്. ഇത് പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരാൾ ഇവിടെ നിന്ന് പറയുകയും വേറൊരാൾ കേട്ടോണ്ടിരിക്കുകയും ചെയ്യുന്നതല്ല. നമ്മളൊന്ന് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കും. ഉറക്കെ പറയാം. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ എന്റെ കാലിൻ കീഴെ ചതച്ചു കളയും. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ ഞങ്ങളുടെ കാലിന്റെ കീഴെ ചതച്ചു കളയും. നമുക്ക് ആ ജയം ജയം ഹല്ലേലൂയ എന്നുള്ള പാട്ട് ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് കാര്യങ്ങളായിട്ട് ചേർന്ന് പാടാം. ദൈവശക്തി കൂടാതെ ഇതൊന്നും നടക്കത്തില്ല. ഈ വചനമൊക്കെ ഇങ്ങനെ പറയും, അക്ഷരം കൊല്ലുന്നു. ആത്മാവോ ഒരു അപ്ലൈ ചെയ്യാൻ പോവുക. നമ്മളത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഒരു ജയം, എനിക്കൊരു ജയം വേണം, എനിക്കൊരു ജയം വേണം, എനിക്കൊരു ജയം വേണമെന്ന് പറയുന്ന എനിക്ക് ജയം വേണം എന്ന് പറയുന്നവരൊക്കെ കൈ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അങ്ങനെ പറയുന്നവരാ. എല്ലാവരും പറയുന്നത് എനിക്കറിയാം. ആമേൻ. കർത്താവേ അങ്ങനെ ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കൈതാത്തിട്ടാട്ടെ. എനിക്ക് പലപ്പോഴും ഒരു പരാജയമാണ്. ഞാൻ ഇതെല്ലാം കേൾക്കുന്നു, കൈകൊട്ടുന്നു, ഉപസിക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു പരാജയമാണ്. അങ്ങനെയുള്ളൊരു കൈ പൊക്കണ്ട. കാരണം മറ്റുള്ളവർ കാണുകയില്ലേ. അങ്ങനെയുള്ള പലരുണ്ട്. ദൈവം ജയം നമുക്ക് തരാൻ പോകുക കേട്ടോ. ഈ വചനം കർത്താവ് പ്രകാശിപ്പിച്ചപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു ബ്രേക്ക് ത്രൂ വരാൻ പോവുക, ഒരു വിടുതൽ വരാൻ പോവുക. സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ നിന്റെ കാലിൽ കീഴയാക്കും സഹോദരി, നിന്റെ കാലിൽ കീഴയാക്കും സഹോദരി, നിന്റെ കാലിൽ കീഴയാക്കും സഹോദരി, നിന്റെ കാലിൽ കീഴയാക്കും പിതാവേ, നിന്റെ കാലിൽ കീഴയാക്കും ദൈവദാസനെ. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ വേഗത്തിൽ ഇന്ന് തന്നെ അത് സംഭവിക്കും. ഈ വചനം ഏറ്റെടുത്ത് ജീവിക്കുവാൻ സമർപ്പിച്ചാൽ മതി. അത് സംഭവിക്കാൻ പോവുക. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ പാടാം. എന്തിനാ പാടുന്നറിയാവോ? പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചേർന്ന് പാടാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം
യേശുനാഥൻ നാമത്തിൽ ജയം ജയമെപ്പോഴും പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ ബാധിച്ചു പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ